എല്ലാവർക്കും തിരുവാതിരയായ അമ്മമാരുടെ പൊങ്കാല കുംഭമാസത്തിരുവാതിരയായ അമ്മമാരുടെ പറയുന്ന എന്തേര് ഞങ്ങളെ അച്ഛന്റെ അപ്പൂപ്പന്മാരെ കാലത്തെ ഉള്ള ഒരു കാവായിരുന്നു. ആ കാവ് ഞങ്ങൾക്ക് വേണം, അതേ ഉള്ളു. അത് എടുത്ത് കളഞ്ഞ കാമ നമുക്ക് തിരിച്ച് വേണം. ഇതിൽ കിടന്ന സാധനങ്ങൾ ഇത്രേ ഉള്ളു. ദേവസ്വം ബോർഡിൻ്റെ കമ്പഴന്നൂർ ആയിരവല്ലിക്കാവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞങ്ങൾ വർഷങ്ങളായി ക്ഷേത്ര നിർമ്മാണവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നത് ശ്രീ ആയിരവല്ലിക്കാവുമായി ബന്ധമുള്ള രേഖകൾ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അറിവുള്ളതാണ്. അപ്പോൾ ആയിരവല്ലിക്കാവിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ കാവുമായിട്ട് നല്ല ബന്ധം ഉള്ളതായിട്ടാണ് അന്ന് തന്നെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആഴ്ചതോറുമുള്ള പൂജാതി കർമ്മങ്ങളും മറ്റ് കാര്യങ്ങളും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുകയും ഇതിൽ വഴിപാടായി പല ആൾക്കാരും ദിനംപ്രതി വന്ന് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അതാണ് തീർത്തും നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നത്. അതിൽ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ നടത്തുകയാണ്. ഈ പ്രദേശവാസി എന്ന നിലയിൽ ഈ കാവ് എത്ര കാലം കൊണ്ട് ഇവിടെ വിളക്ക് കത്തിപ്പും മറ്റ് ആചാരങ്ങളും നടക്കുന്നു ഒന്ന് പറയാമോ? എനിക്കിപ്പോ 57 വയസ്സായി. എന്റെ അച്ഛന്റെ കാലം തൊട്ടേ തലമുറ പറയാൻ പറ്റില്ല, അത്രയും വർഷത്തെ പഴക്കമുണ്ട്. ഒരു രാത്രി കൊണ്ടാണ് കാവ് കഷ്ടപ്പെട്ടത് അല്ലേ? രാവിലെ വന്ന് പായസം വെക്കാനായിട്ട് 6 മണിക്ക് ഇവിടെ ആൾ പായസം ഇന്ന് രാവിലെ വന്നപ്പോ അങ്ങനെ അമ്പലമില്ല. ഒരു വിളക്ക് ഏണ്ടൊരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള വിളക്ക് അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു കുത്തുവിളക്ക് വെച്ച് ഏതാണ്ട് 60,000 രൂപയ്ക്ക് ഇപ്പൊ വില വരും. ഇപ്പൊ വെച്ചിട്ട് ഒരു 3 മാസം ആവുള്ളൂ. പിന്നെ വാണിജ്യ വഞ്ചി ഉണ്ടായിരുന്നു, പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, എല്ലാം നേരത്തെ കിണറ്റിനകത്ത് ഇട്ടേക്കാണ്. ഈ പറയുന്ന വിളക്കും മറ്റു സാധനങ്ങളെല്ലാം കിണറ്റിലുണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെന്ന് ഉള്ള തോന്നൽ ഇതേ ഉള്ളു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് അറിയത്തില്ല. ഇനി അവർ കൊണ്ടുപോയാന്നുള്ളതും അറിയത്തില്ല. പിന്നെ പണ്ട് ബ്രിട്ടീഷുകാർ അമ്പലം പൊളിച്ച് നിലക്കുന്ന കണക്കായിരുന്നു അവരിപ്പോൾ ചെയ്തേക്കുന്നത്. ഇന്നത്തെ കാലം അതാണ്. ഇപ്പൊ 21-ാം നൂറ്റാണ്ട. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പാണ് അമ്പലങ്ങളും പള്ളികളും മൊത്തം പൊളിച്ച് അവര് നശിപ്പിക്കുന്നത്. ഇന്നിപ്പോ അതേ കണക്ക് ആ ഒരു സിസ്റ്റത്തിലാണ് ഇവരിപ്പോ രാവിലെ കുറെ ഗുണ്ടകളുമായിട്ട് വന്ന് കുറെ അവര് വന്ന് മൊത്തം വാരിയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഗുണ്ടകൾ ഇപ്പോഴുണ്ട്, ഇവിടെ ഉണ്ട്, അവരെ പോയിട്ടില്ല. 10-15 പേര് ഗുണ്ടകളുമായിട്ട്, അതും തടിമാറന്മാരെ പോലെ കുറെ ഗുണ്ടകള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പോയി അറിയാനായിട്ട് നിൽക്കുകയാണ്. അവര് എന്ത് ആയുധങ്ങളുമായിട്ടും ഇവിടെ നിൽക്കുമായിരുന്നു ആക്രമിക്കാനായിട്ട്. ഞങ്ങളാരും ഒന്നും പ്രതികരിക്കാൻ പോയില്ല. അവർക്ക് ഞങ്ങളടുത്ത് ഒരു വാക്ക് ചോദിക്കായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ പൊളിക്കാൻ പോകും, ഞങ്ങളെ പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും ചോദിക്കാനാണ് അവർ ഞാൻ ചെയ്തത്. നമ്മളെ
ഞാൻ ഒരു കാര്യത്തെ കേട്ടു.